കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്നും തെറിച്ചു വീണുണ്ടായ അപകടത്തിൽ അന്തരിച്ച സിസ്റ്റർ ഹേസ്ലെറ്റിന് സഹപ്രവർത്തകരും ബന്ധുക്കളും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഫാദർ ആന്റണി പുത്തംകുളം, ഫാദർ തോമസ് പറയടം തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച രാവിലെ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. ഉടൻ തന്നെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള വിളിയേച്ചാൽ സെയിന്റ് ജോസഫ്, കോതമംഗലം സെയിന്റ് ജോർജ്, ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപികയായിരുന്നു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കഴിഞ്ഞ മാർച്ചിലാണ് ജോലിയിൽ നിന്നും സിസ്റ്റർ ഹേസ്ലെറ്റ് വിരമിച്ചത്. ജീവിതയാത്രയിൽ തീക്ഷ്ണമായ അനുഭവങ്ങളോടുകൂടി ക്രിസ്തുവിന് വേണ്ടി തീക്ഷ്ണമായി ഓടിയ ഒരു മഹത് വ്യക്തിത്വമാണ് സിസ്റ്റർ ഹേസ്ലെറ്റ് SD. അധ്യാപന ജീവിതത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തും ശിഷ്യസമ്പത്തുമുള്ള സിസ്റ്റർ ആ അധ്യാപന ജീവിതത്തോടൊപ്പം തന്നെ സഭയിൽ നിന്നും തനിക്ക് ലഭിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളും, അത് ചെറുപുഷ്പ മിഷൻ ലീഗ് ആയിക്കൊള്ളട്ടെ, KCYM ആയിക്കൊള്ളട്ടെ, ലേബർ മൂവ്മെൻ്റ് ആയിക്കൊള്ളട്ടെ, ഏത് സംഘടനകളും ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ ക്ലാസ് എടുക്കുവാനായി വളരെ താല്പര്യത്തോടു കൂടി വന്നിരുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ ജീവിതയാത്രയിൽ താൻ ആർക്കു വേണ്ടിയിട്ടാണ് സമർപ്പിതയായത്, ആ ക്രിസ്തുനാഥന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും എല്ലാം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമാണ്. ഈ അവസരത്തിൽ സിസ്റ്ററിൻ്റെ ആകസ്മികമായ ഈ വേർപാടിൽ ഞാനും അനുശോചിക്കുന്നു. ദൈവം സിസ്റ്ററിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകി വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് സ്വീകരിപ്പാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ദൈവീകമായ ചിന്തയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശൈലിയായിരുന്നു. ഈശോ ഈശോ എന്ന വാക്ക് എപ്പോഴും ഉപയോഗിച്ചിരുന്നത് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോ സാന്നിധ്യത്തിൻ്റെ അടയാളമായി എപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ സിസ്റ്ററിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ശ്രദ്ധ നേടിയതുപോലെ തന്നെ അസാന്നിധ്യം കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് സിസ്റ്റർ ഹേസ്ലെറ്റ് മാറുകയാണ്. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് കടന്നുപോയി എന്ന് ചിന്തിക്കുമ്പോൾ ആർക്കും ഉത്തരമില്ല. എങ്കിൽ ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ദൈവിക കാര്യങ്ങളിലേക്ക് പ്രിയമുള്ള ഹേസ്ലെറ്റ് സിസ്റ്ററിനെ സമർപ്പിക്കാം. സ്നേഹവും കരുണയും നിറഞ്ഞ ജീവിതത്തിലൂടെ അനേകർക്ക് മാർഗദീപമായി തീരുന്ന സിസ്റ്റർ ഹേസ്ലെറ്റിന്റെ വിയോഗ വാർത്ത ഏറെ ദുഃഖത്തോടു കൂടിയാണ് അറിയാൻ സാധിച്ചത്. മികച്ച അധ്യാപികയായും സഹപ്രവർത്തകയായും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി എല്ലാവരോടും ഇടപഴകിയ സിസ്റ്ററിന്റെ ഓർമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും. സിസ്റ്ററിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ വരദാനമായിരുന്നു ബഹുമാനപ്പെട്ട ഹേസ്ലെറ്റ് സിസ്റ്റർ. മികച്ച അധ്യാപിക, സ്നേഹസമ്പന്നയായ സഹപ്രവർത്തക, എപ്പോഴും കർമ്മനിരത. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ആ കർമ്മകുശലതയെ തളർത്തിയില്ല. ലാളിത്യമായിരുന്നു മുഖമുദ്ര. കാരുണ്യവും അനുകമ്പയും തീക്ഷ്ണമായ പ്രാർത്ഥനയും കൈമുതൽ സമർപ്പിത ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിച്ച പ്രിയ സഹോദരി. ക്രിസ്തുവിൻ്റെ കാരുണ്യസ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്ന SD സമൂഹത്തിൻ്റെ മോട്ടോ സാർത്ഥകമാക്കിയ പ്രിയപുത്രി. ഊന്നുകൽ ഇടവക ജനങ്ങളുടെയും ഊന്നുകലിലെ നാനാജാതി മനുഷ്യരുടെയും ഹൃദയം കവർന്ന വ്യക്തിത്വം. ശവമഞ്ചത്തിലെ ഹേസ്ലെറ്റിനെയല്ല, പച്ചയായ ജീവിതവും തുറന്നു പറച്ചിലുകളും ഹൃദയം തുറന്ന് നിറഞ്ഞ ചിരിയുമാണ് മനസ്സിൽ നിറയുന്നത്. ദൈവത്തിന് സ്വർഗത്തിൽ നേരത്തെ ആവശ്യം വന്നതുകൊണ്ടായിരിക്കും സിസ്റ്ററിനെ നേരത്തെ വിളിച്ചത്. ഏത് രംഗത്തും ധീരതയോടുകൂടി സംസാരിക്കുവാനും ധാർമ്മികമായും സത്യസന്ധമായും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സിസ്റ്ററിന്റെ കഴിവ് വളരെ പ്രശംസനീയം തന്നെയാണ്. ഈ പെട്ടെന്നുണ്ടായ അതിദാരുണമായ വേർപാട് നമ്മളെല്ലാവരെയും ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. സിസ്റ്റർ ഒരു പക്ഷേ ഈ ലോകത്തിന് നിൽക്കാൻ പറ്റാത്ത വിധം ദൈവത്തിലേക്ക് അടുത്ത് കാണും. അതുകൊണ്ടായിരിക്കാം സിസ്റ്ററിനെ ദൈവം ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയത്. ആ സന്തോഷമുള്ള, ആ പുഞ്ചിരിക്കുന്ന
ദൈവികമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖം ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. എല്ലാവർക്കും സംലഭ്യയായ, ഏവരെയും കരുതുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഹേസ്ലെറ്റ് സിസ്റ്റർ നമ്മെ വേർപിരിഞ്ഞു. ഒരു യാത്ര പോലും പറയാതെ പെട്ടെന്നുള്ള ഈ വേർപാട് നമുക്കേറെ വേദനാജനകമാണ്. നല്ല ഓർമ്മകൾ സൂക്ഷിക്കുവാൻ ബാക്കിയാക്കിക്കൊണ്ട് പാകമായ മുന്തിരിക്കൊലകൾ നാഥൻ ഇറുത്തെടുക്കുന്നു എന്ന ചൊല്ല് അന്വർത്ഥമാകുമാറ് സിസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. പ്രിയതമന്റെ അടുക്കിലേക്കുള്ള യാത്രയ്ക്ക് സിസ്റ്ററെ സ്നേഹപൂർവ്വം ഞങ്ങൾ യാത്രാമൊഴിയാകട്ടെ. സിസ്റ്ററുടെ 3 വർഷക്കാലം മദറായിരുന്ന സമയത്ത് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ എല്ലാവരെയും യോജിപ്പിച്ച് അവരുടെ ക്ഷേമാംഗങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ 3-4 പേരെ വീട്ടുകളിൽ നോക്കാൻ ആളില്ലാത്ത 3-4 പേരെ കൊണ്ടുപോയി സ്നേഹാലയത്തിലാക്കാനും ഒക്കെ, അതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മതപരമായ മറ്റുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ വളരെ ഹൃദ്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് വളരെ നേതൃത്വം വഹിച്ച ഒരാളായിരുന്നു. നല്ല നേതൃത്വ പാഠവുമുള്ള ഒരാളായിരുന്നു. സിസ്റ്ററിൻ്റെ ഈ നിര്യാണത്തിൽ സിസ്റ്ററിൻ്റെ SD സഹാംഗങ്ങളോടും ഞങ്ങളുടെ അടുത്ത ഇടപഴകിയിട്ടുള്ള ഒരുപാട് സിസ്റ്റേഴ്സ് SD കോൺവെൻറ്റിലുണ്ട്. അവരെ എല്ലാവരുടെയും കൂട്ടത്തിലും, അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ കുടുംബക്കാരുടെ കൂട്ടത്തിലും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരാൻ ഈ സമയം ഉപയോഗിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന, എല്ലാവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന സിസ്റ്റർ. ഒത്തിരി വേദനയോടെയാണ് ഇന്നലെ സിസ്റ്ററിൻ്റെ അപകട വിവരവും പിന്നീട് ഇന്ന് പുലർച്ചെ മരണവിവരവും അറിയുന്നത്. ഒത്തിരി ഞെട്ടലോടെ ആണ് അത് അറിയാൻ സാധിച്ചത്. ഇപ്പോഴും മനസ്സിൽ നിന്ന് സിസ്റ്റർ ഈ ലോകം വിട്ട് സ്വർഗപിതാവിൻ്റെ അടുത്തേക്ക് പോയി എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇനി സിസ്റ്റർ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കും. നമ്മളുടെ ഒരു മധ്യസ്ഥയായിട്ട് സിസ്റ്റർ അവിടെ ഉണ്ടാകും എന്നുള്ള പ്രാർത്ഥന ആണ്. സിസ്റ്ററിന് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിൻ്റെ ഓർമ്മകൾ ഇനി ഇവിടെ നമ്മൾക്ക് ഈ ഭൂമിയിൽ കൂടുതൽ ആളുകളെ സ്നേഹിച്ചുകൊണ്ട്, ദൈവസ്നേഹം അവരെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുതലായി മാറട്ടെ. ക്രിസ്ത്യൻ ഒരിക്കൽ കൂടി ആത്മശാന്തി നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. കോതമംഗലം രൂപത KCYM യുവതിയുടെ ആനുവലിൽ സിസ്റ്റർ ഹേസ്ലെറ്റിനെ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത് പരിചയമുണ്ട്. അക്കാലത്തെ യുവതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ സിസ്റ്റർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ സിസ്റ്ററോടൊപ്പം ജോലി ചെയ്യാനും അവസരമുണ്ടായിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ അകാല നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം SD സന്യാസ സമൂഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.